ഡിയർ സ്റ്റുഡൻറ്റ്, പുതിയ ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ നമ്പർ 11, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. ദ്വൈത്വ സ്വഭാവം മാറ്ററിൻ്റെയും എനർജി റേഡിയേഷൻ്റെയും. ലൈറ്റിൻ്റെ ഡ്യുവൽ നേച്ചറാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് മാറ്ററിന് ഡ്യുവൽ നേച്ചർ ഉണ്ട് എന്നുകൂടി ഈ ചാപ്റ്ററിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്നുള്ള ടോപ്പിക്കിൽ എന്ന ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഏരിയ 3 എണ്ണമേ ഉള്ളൂ. ഒന്ന്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന്. 2, ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. 3, പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ്, ദ ഫോട്ടോൺ എന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മളുടെ ഈ ചാപ്റ്റർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ കേട്ടിട്ടുണ്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പേരുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളത് കേട്ടിട്ടുള്ളത്. ഐൻസ്റ്റീന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വിശദീകരിച്ചതിനാണ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം. നോക്കൂ, ഒരു മെറ്റൽ എന്ന് പറഞ്ഞാൽ സർഫസിൽ കോടിക്കണക്കിന് ഫ്രീ ഇലക്ട്രോൺസ് ഉള്ള പദാർത്ഥമാണ്. എന്നാൽ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ആ മെറ്റലിന്റെ സർഫസിൽ നിന്ന് പുറത്തേക്ക് അതിന് ചാടാൻ പറ്റില്ല. മെറ്റലിന്റെ സർഫസിൽ സ്വതന്ത്രമായി ഓടി നടക്കാൻ പറ്റുന്ന ഇലക്ട്രോൺസ് എന്ന അർത്ഥത്തിലാണ് അതിനെ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പൊ മെറ്റലിന്റെ സർഫസിൽ ബൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. സർഫസിന് അപ്പുറത്തേക്ക് ഒരു ഫ്രീ വേൾഡ് അതിനില്ല. നോക്കൂ, അപ്പൊ മെറ്റലിന്റെ ന്യൂക്ലിയസുമായിട്ട് അതിനൊരു ചെറിയ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് പുറത്തേക്ക് പോവാത്തത്. അങ്ങനെയെങ്കിൽ മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോണുകളെ ആ മെറ്റലിന്റെ ന്യൂക്ലിയസുകളുടെ ആകർഷണത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് ഈ സർഫസിൽ ഇലക്ട്രോൺസിന് എനർജി കൊടുത്താൽ ഒരു പക്ഷേ സാധിച്ചേക്കും. അങ്ങനെ ഇലക്ട്രോൺസിന് എനർജി കൊടുത്തുകൊണ്ട് ഇലക്ട്രോണിനെ മെറ്റൽ സർഫസിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ എമിഷൻ. ഇലക്ട്രോണുകളെ മെറ്റൽ സർഫസിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ഇലക്ട്രോൺ എമിഷൻ. അപ്പൊ എങ്ങനെയൊക്കെ ഇലക്ട്രോണിനെ മെറ്റൽ സർഫസിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കാം, എങ്ങനെയൊക്കെ ഇലക്ട്രോണിന് എനർജി സപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, മെറ്റലിനെ നന്നായിട്ട് ഹീറ്റ് ചെയ്താൽ സർഫസിൽ ഇലക്ട്രോൺ എനർജി ലഭിക്കുകയും ന്യൂക്ലിയസിന്റെ ആകർഷണ വലയത്തിൽ നിന്ന് മെറ്റൽ സർഫസിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യും. ഇങ്ങനെ ചൂടാക്കിക്കൊണ്ട് ഇലക്ട്രോണിനെ പുറന്തള്ളുന്ന പ്രക്രിയനെ വിളിക്കുന്ന പേര് തെർമിയോണിക് എമിഷൻ എന്നാണ്. തെർമിയോണിക് എമിഷൻ, ഇലക്ട്രോൺ എമിഷൻ ബൈ ഹീറ്റിംഗ് ദ സബ്സ്റ്റൻസ്. രണ്ടാമത്, ഒരു മെറ്റൽ സർഫസിലുള്ള ഇലക്ട്രോൺ അതിന്റെ കയ്യിലുള്ള ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. കാരണം ഇലക്ട്രോണിന്റെ കയ്യിലെ ചാർജ് നെഗറ്റീവ് ആണ് നമുക്കറിയാം. മെറ്റൽ മൊത്തത്തിൽ ന്യൂട്രൽ ആണ് കേട്ടോ. എങ്കിലും ഇലക്ട്രോൺ മാത്രം എടുത്താൽ അതിന്റെ ഇലക്ട്രോൺസിന്റെ കയ്യിലുള്ള ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ ഈ നെഗറ്റീവ് ചാർജിൽ ഇലക്ട്രോണിന് തൊട്ടപ്പുറത്ത് ഒരു ഹൈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്താൽ ആ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഇലക്ട്രോണിനെ ആകർഷിച്ച് ഇലക്ട്രോണിനെ അവിടുന്ന് പിടിച്ചു വലിച്ചിറക്കി കൊണ്ടുപോകാം. അങ്ങനെ എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്തുകൊണ്ട് ഇലക്ട്രോണിനെ പുറന്തള്ളിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുക ഫീൽഡ് എമിഷൻ എന്നാണ്. രണ്ടാമത്തെ മെത്തേഡ് ആ ഇലക്ട്രോണിനെ പുറന്തള്ളാനുള്ളത്. മൂന്നാമത്തെ മെത്തേഡ് അത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് കൂടിയാണ്. ഇലക്ട്രോണിന് എനർജി ലൈറ്റിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ രൂപത്തിൽ കൊടുത്താൽ ചില പദാർത്ഥങ്ങളിൽ നിന്ന് ഇലക്ട്രോണുകൾ വളരെ ഈസിയായി സ്വതന്ത്രമാക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ലൈറ്റിന്റെ രൂപത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ രൂപത്തിൽ എനർജിയെ സപ്ലൈ ചെയ്തുകൊണ്ട് സർഫസിൽ നിന്നും ഇലക്ട്രോണുകളെ പുറന്തള്ളിക്കുന്ന പ്രക്രിയനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ആ പ്രതിഭാസത്തെയാണ് നമ്മൾ വിളിക്കുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പൊ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്: ലൈറ്റിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് ഒരു മെറ്റൽ സർഫസിൽ ഇലക്ട്രോൺസിന് എനർജി കൊടുക്കാൻ സാധിച്ചാൽ ഒരു പക്ഷേ ആ മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോണുകൾ പുറന്തള്ളും. മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോണുകളെ ലൈറ്റിന്റെ രൂപത്തിൽ എനർജി കൊടുത്ത് പുറന്തള്ളിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ആ എമിഷനെ നമ്മൾ വിളിക്കുക ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്നാണ്.
അങ്ങനെ ലൈറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ ലൈറ്റ് സർഫസിൽ ചെന്നിടിച്ചാൽ എല്ലാ ഇലക്ട്രോണുകളും അതേപോലെ എല്ലാ മെറ്റലുകളും ഇതുപോലെ ഇലക്ട്രോണിനെ പുറന്തള്ളണമെന്നൊന്നില്ല. ആദ്യമായിട്ട് ഈ ഫിനോമിന ഒബ്സർവ് ചെയ്തത് ഹെൻറിച്ച് ഹെർട്സ് ആണ്. ഹെൻറിച്ച് ഹെർട്സ് കണ്ടെത്തിയ ഈ ഫിനോമിന, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, the phenomena of ejection of electron from a metal surface when light of sufficient frequency is incident on it, that is known as photoelectric effect, which is invented by Heinrich Hertz. ഹാൾവാക്ക് എന്ന് പറയുന്ന വേറൊരു സയന്റിസ്റ്റ് ആണ് ഇതിൽ ഡീറ്റെയിൽഡ് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. കുറേ കൂടി നമുക്ക് ഉപകാരപ്രദമായ വിവരങ്ങൾ കിട്ടുന്നത് ഹാൾവാക്കിന്റെ ഡീറ്റെയിൽഡ് സ്റ്റഡിയിലാണ്. ഒരു ലബോറട്ടറിയിൽ ഇതുമായി ബന്ധപ്പെട്ട എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്ന ആള് ഫിലിപ്പ് ലെനാർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. എക്സ്പെരിമെന്റൽ സ്റ്റഡിയിൽ നിന്നാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ കൂടുതൽ വ്യക്തത നമുക്ക് കിട്ടുന്നത്. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ കൃത്യമായ തിയറിക്ക് വിശദീകരണം കൊടുക്കുന്ന ആളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. നോക്കൂ, ഹെൻറിച്ച് ഹെർട്സ് കണ്ടെത്തി, ഡീറ്റെയിൽഡ് സ്റ്റഡി ഹാൾവാക്ക് നടത്തി, എക്സ്പെരിമെന്റൽ സ്റ്റഡി ഫിലിപ്പ് ലെനാർഡ് നടത്തി, അതിന്റെ വിശദീകരണം കൊടുത്ത ആള് മാത്രമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൻഡ് ഹി ഗോട്ട് നോബൽ പ്രൈസ് ഫോർ ദാറ്റ് എക്സ്പ്ലനേഷൻ. കാരണം അത്രയും പ്രാധാന്യമുള്ള ഒരു വിശദീകരണമായിരുന്നു അത്. ഫിസിക്സിന്റെ തിയറിക്ക് ചില സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കുന്ന ഒരു വിശദീകരണം കൂടിയായിരുന്നു. എന്താണ് ഫിലിപ്പ് ലെനാർഡ് കണ്ടതിൽ, എക്സ്പെരിമെന്റിൽ കണ്ടെത്തിയത് എന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോക്കൂ, ഒരു മെറ്റൽ സർഫസിൽ ഞാനൊരു മെറ്റൽ സർഫസ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ മെറ്റൽ സർഫസിൽ നിറയെ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസിൽ ലൈറ്റ് വന്ന് പതിച്ചാൽ, മെറ്റൽ സർഫസിൽ ലൈറ്റ് വന്ന് പതിച്ചാൽ, ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് പാക്കറ്റ്സ് ഓഫ് എനർജി. ചെറിയ ചെറിയ പാക്കറ്റുകൾ എനർജിയാണ് ലൈറ്റ് നമുക്കറിയാം. ഇപ്പൊ hν എനർജി ഉള്ള ലൈറ്റ് മെറ്റൽ സർഫസിൽ വന്നിടിച്ചാൽ മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോണുകൾ പുറത്തേക്ക് ഇറങ്ങും. ഈ പുറത്തേക്ക് ഇറങ്ങുന്ന ഇലക്ട്രോണെ വിളിക്കുന്ന പേര് ഫോട്ടോ ഇലക്ട്രോൺ എന്നാണ്. ഫോട്ടോൺ വന്നിടിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഇലക്ട്രോണിന്റെ പേരാണ് ഫോട്ടോ ഇലക്ട്രോൺ. നോക്കൂ, ഇങ്ങനെ ഫോട്ടോ ഇലക്ട്രോൺ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ വന്നിടിക്കുന്ന ലൈറ്റിന് ഒരു മിനിമം എനർജി വേണം. എനർജി ഇക്വേഷൻ എന്താ? ഈക്വൽ ടു hν. അതിന്റെ അർത്ഥം ഒരു മിനിമം ഫ്രീക്വൻസി വേണം. വന്നിടിക്കുന്ന ലൈറ്റിന് ഒരു മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോണിനെ പുറന്തള്ളാൻ വേണ്ട മിനിമം ഫ്രീക്വൻസിയെ ഞാനൊരു സ്പെഷ്യൽ സിമ്പിൾ കൊടുക്കുകയാണ്, µ0. That minimum frequency is called threshold frequency. Okay? The minimum frequency required for the incident light to eject an electron from metal surface is called threshold frequency. ഒരു മിനിമം ഫ്രീക്വൻസി ഉള്ള എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു മിനിമം എനർജി ഉള്ള ലൈറ്റിന് മാത്രമേ മെറ്റൽ സർഫസിന് ഇലക്ട്രോണിനെ പുറന്തള്ളാൻ പറ്റൂ. ഓരോ മെറ്റലും ഇലക്ട്രോണിനെ സർഫസിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത് വ്യത്യസ്ത എനർജിയിലാണ്. അതുകൊണ്ട് ഓരോ മെറ്റലിനും ഒരു നിശ്ചിത ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ഒരു നിശ്ചിത എനർജി ഉള്ള ലൈറ്റ് വന്ന് പതിച്ചെങ്കിൽ മാത്രമേ അത്തരം ഇലക്ട്രോണുകളെ മെറ്റൽ പുറത്തേക്ക് റിലീസ് ചെയ്യും. ദാറ്റ് മിനിമം ഫ്രീക്വൻസി ഈസ് കോൾഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. വേറൊരു രീതിയിൽ പറഞ്ഞാൽ മെറ്റൽ സർഫസിൽ ഇലക്ട്രോൺ ആ മെറ്റലിന്റെ ന്യൂക്ലിയസിന്റെ ആകർഷണ വലയത്തിൽ നിൽക്കുന്ന ആളാണ്. ഓടിക്കളിക്കാൻ പറ്റുന്നു മാത്രമേ ഉള്ളൂ. ആ ആകർഷണ വലയത്തെ ഭേദിച്ചുകൊണ്ട് വേണം ഇലക്ട്രോണിനെ പുറത്തേക്ക് പോവാൻ. ചുരുക്കി പറഞ്ഞാൽ ഒരു ആറ്റം, ഒരു ന്യൂക്ലിയസ് അതിന്റെ സർഫസിൽ ഇലക്ട്രോണിനെ ബൗണ്ട് ചെയ്ത് വെക്കുന്ന ഒരു മിനിമം എനർജി ഉണ്ട്. ഇലക്ട്രോണിനെ ബൗണ്ട് ചെയ്ത് പിടിച്ചു വെച്ചിരിക്കുന്ന, ഫ്രീ ഇലക്ട്രോൺ ആണെങ്കിലും അതിനെ സർഫസിൽ പിടിച്ചു വെച്ചിരിക്കുന്ന ഈ എനർജിയെ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. And it is represented by the symbol phi 0. ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
ഒരു മെറ്റലിന് അതിന്റെ സർഫസിലെ ഇലക്ട്രോണിനെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ട മിനിമം എനർജിയെ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. ഏത് എനർജിയെയും പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഇൻറ്റു ഫ്രീക്വൻസി എന്നുള്ള രൂപത്തിൽ എഴുതാം. അതുകൊണ്ട് വർക്ക് ഫംഗ്ഷന് എനർജി ഒരു രൂപത്തിൽ എഴുതിയാൽ അത് ഇങ്ങനെയായിരിക്കും, h_0. നോക്കൂ, ഞാൻ h_nu എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ന്യൂ ഫ്രീക്വൻസി ആണ്. വന്നിരിക്കുന്ന ലൈറ്റിന് ഒരു ഇലക്ട്രോണെ തട്ടിത്തെറിപ്പിക്കണമെങ്കിൽ മിനിമം ഫ്രീക്വൻസി വേണം, പേര് ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ്. അപ്പൊ ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് തുല്യമായ എനർജി ആയിരിക്കും ഒരു മെറ്റൽ അതിന്റെ സർഫസ് ഇലക്ട്രോണിനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് ഞാൻ 5-0 എന്ന് എഴുതുന്നതിന് പകരം അതിന് തുല്യമായിട്ട് എന്ത് എഴുതാം, h_0 എന്ന് എഴുതാം. സോ വർക്ക് ഫംഗ്ഷൻ ഓഫ് എ മെറ്റൽ ക്യാൻ ബി റിട്ടൺ ആസ് h_0, where h is the Planck's constant. ഇത്രയും എനർജി ഈ വന്നിരിക്കുന്ന ലൈറ്റിനുണ്ടെങ്കിൽ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ പുറന്തള്ളും. ഇത്രയും ഫ്രീക്വൻസി വന്നിരിക്കുന്ന ലൈറ്റിനുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ പുറന്തള്ളും. അതുകൊണ്ട് വർക്ക് ഫംഗ്ഷൻ ഇങ്ങനെയും പറയാം, ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് തുല്യമായ എനർജിയെ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, നമുക്ക് ഫിലിപ്പ് ലിനാർഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ എക്സ്പെരിമെന്റൽ സ്റ്റഡി കണ്ടക്ട് ചെയ്ത് ഒന്ന് പരിശോധിക്കാം. ആൻഡ് ദിസ് ഈസ് ദ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് used by Philip Linnard. It consists of an evacuated glass tube. ഒരു ഗ്ലാസ് ട്യൂബ് ആണ് പ്രധാനം, ട്രാൻസ്പെറന്റ് ആണ്. ഈ മുകൾ ഭാഗത്ത് ലൈറ്റ് വന്ന് പതിക്കുവാനുള്ള ഒരു പ്രത്യേക റീജിയനും കൂടിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ 2 പ്ലേറ്റുകളുണ്ട്. വളരെ ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലേറ്റുകളാണ്. പ്രകാശം വന്നിടിക്കുമ്പോൾ എളുപ്പത്തിൽ ഇലക്ട്രോൺസിനെ പുറന്തള്ളാൻ കഴിവുള്ള പദാർത്ഥങ്ങൾ, അത്തരം പദാർത്ഥങ്ങളെയാണ് ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽസ് എന്ന് വിളിക്കുന്നത്. നോക്കൂ, വന്നിടിക്കുന്ന ലൈറ്റിനെ വിളിക്കുക ഇൻസിഡന്റ് ഫോട്ടോൺ എന്നാണ്. ഫോട്ടോൺ വന്നിടിച്ചാൽ ഇറങ്ങിപ്പോകുന്ന ഇലക്ട്രോൺസിനെ വിളിക്കുക ഫോട്ടോ ഇലക്ട്രോൺ എന്നാണ്. പ്രോസസ്സിനെ വിളിക്കുക ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മെറ്റീരിയലാണ് ഞാനിവിടെ കാഥോഡ് എന്ന് വിളിച്ചിട്ടുള്ളത്, നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തിട്ടുള്ളതാണ്. രണ്ടാമത്തെ പ്ലേറ്റിനെ വിളിച്ചിട്ടുള്ളത് ആനോഡ് എന്നാണ്. ഇവാക്യുവേറ്റഡ് ഗ്ലാസ് ട്യൂബിന്റെ ഉള്ളിലാണ് ലൈറ്റ് ഈ ട്രാൻസ്പെറന്റ് ആയ ട്യൂബിലൂടെ പ്ലേറ്റിൽ, കാഥോഡ് പ്ലേറ്റിൽ വന്ന് പതിക്കുകയും ആവശ്യത്തിന് എനർജി ഉണ്ടെങ്കിൽ ഈ പദാർത്ഥം ഇലക്ട്രോണുകളെ ഉത്സർജിക്കുകയും പുറന്തള്ളുകയും ചെയ്യും. ആ ഇലക്ട്രോണിനെ സ്വീകരിക്കുവാനുള്ള ഒരു അറേഞ്ച്മെന്റ് ഞാൻ ഒരു റിയോസ്റ്റാറ്റിലൂടെ ബാറ്ററി വോൾട്ടേജ് കൊടുത്ത് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാറ്ററിയുടെ വോൾട്ടേജ് V ആണ്. ആ വിയുടെ പോസിറ്റീവ് പൊട്ടൻഷ്യലാണ് A കൊടുത്തിട്ടുള്ളത്. സോ ദിസ് ഈസ് ആനോഡ്. ബാറ്ററിയുടെ നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് C കൊടുത്തിട്ടുള്ളത്. സോ ദിസ് ഈസ് കാഥോഡ്. വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും ഞാൻ ഒരു റിയോസ്റ്റാറ്റ് വെച്ചിട്ടുണ്ട്. എത്ര വോൾട്ടേജ് കൊടുത്തു എന്നളക്കാൻ ഒരു വോൾട്ട്മീറ്റർ, കറണ്ട് ഒഴുകുമ്പോൾ ഫോട്ടോ ഇലക്ട്രോണിന്റെ ഭാഗമായി സർക്യൂട്ട് കംപ്ലീറ്റ് ആയി കറണ്ട് വന്നാൽ അത് അളക്കാൻ ഒരു മൈക്രോ അമ്മീറ്റർ വെച്ചിട്ടുണ്ട്. ചെറിയ കറണ്ടിനെ പോലും ഡിറ്റക്ട് ചെയ്യുന്ന ഡിവൈസാണ്. നോക്കൂ, ഈ എക്സ്പെരിമെന്റൽ സ്റ്റഡിയിൽ ആദ്യം ഇദ്ദേഹം ആനോഡിന് കൊടുക്കുന്ന പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്. ലൈറ്റ് സഫീഷ്യന്റ് ഫ്രീക്വൻസി ഉള്ള ലൈറ്റ്, ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് മെറ്റൽ പ്ലേറ്റിൽ ചെന്നിടിച്ചാൽ മെറ്റൽ പ്ലേറ്റ് ഇലക്ട്രോൺസിനെ പുറന്തള്ളും. ഈ പുറന്തള്ളപ്പെടുന്ന ഇലക്ട്രോൺ സ്വാഭാവികമായിട്ട് ഈ ട്യൂബിൽ നിറയുകയും പോസിറ്റീവ് പൊട്ടൻഷ്യലാണ് ഈ പ്ലേറ്റിന് കൊടുക്കുന്നതെങ്കിൽ ഈ ഇലക്ട്രോൺ ഈ പ്ലേറ്റിലേക്ക് ആകർഷിക്കപ്പെടുകയും അതിന്റെ ഫലമായി സർക്യൂട്ടിലൂടെ ഒരു ചെറിയ കറണ്ട് ഉണ്ടാവുകയും ചെയ്യും. ആ കറണ്ടിനെ നമുക്ക് മെഷർ ചെയ്യാം. ഇദ്ദേഹം ഈ എക്സ്പെരിമെന്റിൽ ആനോഡ് പൊട്ടൻഷ്യലിന്റെ വില വർദ്ധിപ്പിച്ചു. സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിന് കിട്ടുന്നത് ആനോഡ് പൊട്ടൻഷ്യലിന്റെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ പ്ലേറ്റിന് കൂടുതൽ വന്നതോടുകൂടി ഇവിടുന്ന് റിലീസ് ചെയ്യപ്പെടുന്ന എല്ലാ ഇലക്ട്രോൺസിനെയും പ്ലേറ്റ് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ വന്നു. അതിന്റെ ഫലമായിട്ട് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിന്റെ വില വർദ്ധിക്കും. ഇദ്ദേഹം ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കുറച്ച് കൊണ്ടുവന്നു. കുറച്ച് കൊണ്ടുവരുമ്പോ ഇതിന് കിട്ടുന്ന പോസിറ്റീവ് പൊട്ടൻഷ്യലിലെ വില കുറവായതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങുന്ന ഇലക്ട്രോൺസ് എല്ലാം ഈ പ്ലേറ്റിലേക്ക് എത്താത്ത അവസ്ഥ വന്നു. ഇതിന്റെ അർത്ഥം എന്താ പറയാ, ആനോഡിന് കൊടുത്ത പൊട്ടൻഷ്യൽ കുറച്ചാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിന്റെ വില കുറയും. അവസാനം ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഈ പറയുന്ന പ്ലേറ്റിന് കൊടുത്തിരിക്കുന്ന പൊട്ടൻഷ്യൽ ഇതിനെ 0 ആക്കി നിർത്തി. അപ്പോഴും ഒരു ചെറിയ കറണ്ട് ഇതിലൂടെയുണ്ട്. കാരണം പുറത്തേക്ക് ഇറങ്ങുന്ന ഇലക്ട്രോൺസിൽ കുറച്ച് എണ്ണമെങ്കിലും ഈ പ്ലേറ്റിലൂടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കും, എല്ലാതും എത്തിയിട്ടില്ലെങ്കിൽ. ഇനി ഇദ്ദേഹം ചെയ്യുന്നത്
ഈ പൊട്ടൻഷ്യൽ പോസിറ്റീവ് പകരം ഇത് നെഗറ്റീവായി പിടിക്കാൻ തുടങ്ങി. നെഗറ്റീവായി പിടിക്കാൻ തുടങ്ങിയോടുകൂടി ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള സാധ്യത വല്ലാതെ കുറഞ്ഞു തുടങ്ങി. ഇവിടെ നിന്ന് ഓടി ഇറങ്ങിയിരുന്ന ഇലക്ട്രോൺസ് അപ്പുറത്തെ പ്ലേറ്റിലേക്ക് എത്തുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആയതുകൊണ്ടുകൂടി ചെറിയൊരു റിപ്പൽഷൻ ഇയാൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതിന്റെ അർത്ഥം ഇതിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ വാല്യൂ കുറഞ്ഞു തുടങ്ങിയെന്നാണ്. അങ്ങനെ ഈ പൊട്ടൻഷ്യൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടി 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 വന്നാൽ ഇവിടെ നിന്ന് ഇറങ്ങുന്ന എത്ര എനർജി ഉള്ള ഇലക്ട്രോൺസ് ആണെങ്കിൽ പോലും അങ്ങോട്ട് അടുക്കാൻ പറ്റാതെ തിരിച്ചു പോകുന്ന ഒരവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. എല്ലാ ഇലക്ട്രോൺസിനെയും തിരിച്ചുവിടാവുന്ന ഒരു പൊട്ടൻഷ്യൽ, നെഗറ്റീവ് പൊട്ടൻഷ്യൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ആ നെഗറ്റീവ് പൊട്ടൻഷ്യലിന് ഞാൻ V0 എന്ന് കൊടുത്താൽ ഇലക്ട്രോൺസിന്റെ ഒഴുക്കിനെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു ഈ പ്ലേറ്റിലേക്കുള്ളത്. ഇനി അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. ആ സ്റ്റോപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യലാണ് ഞാൻ V0 എന്ന് വിളിച്ചിട്ടുള്ളത്. സോ V0 ഈസ് നെയിംഡ് ആസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. It is the maximum negative potential given to the anode plate in order to stop the electron flow. ഇലക്ട്രോൺ ഫ്ലോ സ്റ്റോപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യലിനെ വിളിച്ച പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഏറ്റവും വലിയ കൈനറ്റിക് എനർജിയിലെ ഇലക്ട്രോൺ പോലും ഈ റിപ്പൽസീവ് ഫോഴ്സിന്റെ ഫലമായി തിരിച്ചു പോരും. അതുകൊണ്ട് ഇലക്ട്രോണിന്റെ കയ്യിലുള്ള മാക്സിമം കൈനറ്റിക് എനർജി അത് ഈ പ്ലേറ്റിൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തതിന്റെ ഫലമായി കിട്ടുന്ന മാക്സിമം പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. പൊട്ടൻഷ്യലിൽ ഒരു ചാർജ് ഇരുന്നാൽ കിട്ടുന്ന എനർജി നമ്മൾ എഴുതാനുള്ളത് Q×V എന്നാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു വെച്ചത്. നമുക്കിവിടെ ഇലക്ട്രോൺ ആയതുകൊണ്ട് അതിനെ E എന്നും, കൊടുത്ത പൊട്ടൻഷ്യൽ V0 ആയതുകൊണ്ട് എന്ത് എഴുതാം? ഈ V0. From this equation you can calculate the maximum velocity of photoelectron. Here you note the symbol V0. It is known as stopping potential. എന്താ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് സ്റ്റോപ്പ് ചെയ്യുന്ന മാക്സിമം നെഗറ്റീവ് പൊട്ടൻഷ്യലിന്റെ പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ആ സമയത്ത് പ്ലേറ്റിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഇലക്ട്രോണിന് പോലും ആനോഡ് പ്ലേറ്റിലേക്ക് എത്താൻ പറ്റില്ല. കറണ്ട് കട്ട് ഓഫ് ആണ്, സ്റ്റോപ്പ് ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. നോക്കി, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും വന്നിരിക്കുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസിയും തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചാൽ, ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചാൽ ഇത് ഫ്രീക്വൻസി ആയി എടുക്കുകയും ഇത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് തുല്യമായ എനർജി ആയിട്ട് എടുക്കുകയും ചെയ്താൽ ആ ഗ്രാഫിന്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. നോക്കൂ, ഇൻസിഡന്റ് ലൈറ്റിന്റെ ഫ്രീക്വൻസി 0 ആയാൽ ഈ മെറ്റൽ സർഫസ് ഇലക്ട്രോൺ പുറത്തേക്ക് ഇറങ്ങോ? ഇല്ല. അപ്പൊ ഇവിടെ 0 ആണ് വാല്യൂ വരുന്നത്. അപ്പൊ നിങ്ങൾ ഫ്രീക്വൻസി കൂട്ടി 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 വന്നു, ഒരു നിശ്ചിത ഫ്രീക്വൻസി എത്തുമ്പോൾ ഇലക്ട്രോൺ പുറത്തേക്ക് വരാൻ തുടങ്ങും. ഇലക്ട്രോൺ പുറത്തേക്ക് വരുമ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ വേണ്ടി വരും. ശരിയല്ലേ? അപ്പൊ ഈ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ് ആക്സിസിൽ കുറച്ച് ദൂരം മുന്നോട്ട് പോവുക, ഒരു പ്രത്യേക ഫ്രീക്വൻസി എത്തുമ്പോൾ ഞാൻ അതിനെ ν0 എന്ന് വിളിക്കാം. സ്വാഭാവികമായിട്ട് അത് എന്താവും? ത്രെഷോൾഡ് ഫ്രീക്വൻസി. അത് ഫ്രീക്വൻസി ലൈറ്റിന് കിട്ടിക്കഴിഞ്ഞാൽ ഈ മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് ഇറങ്ങും. ഇനി നിങ്ങൾ ഫ്രീക്വൻസി കൂട്ടിയാലോ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഇലക്ട്രോണിന്റെ എനർജി കൂടും. നല്ല സ്പീഡിൽ ഓടാൻ തുടങ്ങും. നല്ല സ്പീഡിൽ ഓടുന്ന ഇലക്ട്രോണിനെ തടുത്തു വെക്കണമെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ വില എന്ത് ചെയ്യും? കൂടും. ചുരുക്കി പറഞ്ഞാൽ ഇൻസിഡന്റ് ലൈറ്റിന്റെ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കും തോറും അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന നെഗറ്റീവ് പൊട്ടൻഷ്യൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. സോ ദ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഇൻസിഡന്റ് ലൈറ്റിന്റെ ഫ്രീക്വൻസി കൂടും തോറും പുറത്തേക്ക് ഇറങ്ങുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി കൂടും. അതിനെ തടുത്തു വെക്കാൻ വേണ്ടി വരുന്ന നെഗറ്റീവ് പൊട്ടൻഷ്യൽ, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ വില വർദ്ധിക്കും. ഒന്ന് കൂടുമ്പോൾ അടുത്തത് കൂടി വരികയാണ്. സോ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. പക്ഷെ തുടങ്ങുന്നത് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണെന്ന് മാത്രം. ഇത് ഒരു മെറ്റലിനെ സംബന്ധിച്ചുള്ള അതിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസിയാണ്. ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉള്ള മെറ്റൽ എ ആണെന്ന് വിചാരിച്ചുള്ള വേറൊരു മെറ്റൽ ഞാൻ എടുത്ത് ഇതേ എക്സ്പെരിമെന്റ് ചെയ്തു. അതിന് ഇതേ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആവണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ഇതേ ത്രെഷോൾഡ് ഫ്രീക്വൻസി ആവണമെന്നുണ്ടോ? അതുമില്ല. വേറെ ത്രെഷോൾഡ് ഫ്രീക്വൻസി വരുന്ന ഒരു മെറ്റൽ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇത് ബി ആണെന്ന് വിചാരിച്ചു. അതിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് ഞാൻ ν0 എന്ന് വിളിക്കുന്നു. ഇത് എ ആണ്, ഇത് ബിയുടെ ആണ്. ഇതിൽ ആർക്കാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി കൂടുതൽ?
ത്രെഷോൾഡ് ഫ്രീക്വൻസി കൂടുതൽ വരുന്നത് ബിക്കാണ്. സോ ഐ ക്യാൻ റൈറ്റ് ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് മെറ്റൽ ബി ഈസ് ഗ്രേറ്റർ ദാൻ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് മെറ്റൽ എ. അപ്പൊ ആർക്കായിരിക്കും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുതൽ വരിക? ഉറപ്പാണ്. ആർക്കാണോ ത്രെഷോൾഡ് ഫ്രീക്വൻസി കൂടുതലുള്ളത് അയാളെ തടുത്ത് വെക്കാനാണ് കൂടുതൽ എനർജി വേണ്ടി വരിക. ഇപ്പൊ ബിക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുതലും എക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കുറവുമാണ്. എന്തായാലും ഗ്രാഫിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് കിട്ടുന്നത്. നോക്കൂ, ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് നിങ്ങൾ കണ്ടാൽ, ഏത് ഗ്രാഫ് ആയിക്കോട്ടെ, സ്ലോപ്പ് കാണുക എന്ന് പറഞ്ഞാൽ എക്സ് ആക്സുമായിട്ടുള്ള ചെരിവ് കണ്ടാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് tan theta equal to opposite side ഈ V0 divided by frequency, that is nu 0. ഈ V എന്നാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് nu 0 ന് പകരം എന്ത് എടുക്കാം? nu എന്ന് എടുക്കാം. ഈ V എന്ന് പറഞ്ഞാൽ എനർജിയാണ്, h nu ആണ്. h nu divided by nu, you get h. That means on finding the slope of stopping potential versus frequency graph, you get the famous constant, Planck's constant. Laws of photoelectric effect. Photoelectric effect ന്റെ നിയമങ്ങളാണ്. നോക്കൂ, ഫിലിപ്പ് ലിനാർഡിന്റെ എക്സ്പെരിമെന്റിൽ നമ്മൾ കണ്ട കാര്യങ്ങളാണ് ലോകളായിട്ട് ഞാൻ പറയുന്നത്. 4 നിയമങ്ങളാണ് അതിനെ കുറിച്ച് പറയുന്നത്. ഒന്ന്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കണമെങ്കിൽ വന്നിരിക്കുന്ന ലൈറ്റിന് ഒരു മിനിമം ഫ്രീക്വൻസി എങ്കിലും വേണം. ആ ഫ്രീക്വൻസി എന്ത് പേരാ വിളിച്ചത് നമ്മള്? ത്രെഷോൾഡ് ഫ്രീക്വൻസി. അപ്പൊ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉള്ള ലൈറ്റിന് മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാക്കി തരാൻ പറ്റൂ. അതിൽ താഴെ വരുന്ന ഫ്രീക്വൻസി ഉള്ള ലൈറ്റിന് എത്ര എണ്ണം വന്ന് വീണിട്ടും കാര്യമില്ല, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ദിസ് ഈസ് ദ ഫസ്റ്റ് ലോ. ഞാൻ ഇവിടെ എഴുതുന്നില്ല, അത് പറയുന്നു. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ will takes place only if the incident light possesses a minimum frequency. That minimum frequency is called threshold frequency and which is represented by the symbol nu 0. നോക്കൂ, നമുക്കറിയാം ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് തുല്യമായ എനർജിയെ നമ്മൾ വിളിക്കുക വർക്ക് ഫംഗ്ഷൻ എന്നാണ്. മറക്കരുത്. രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത്, വന്നിടിക്കുന്ന ലൈറ്റിന്റെ എനർജി കൂടിയാൽ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഇലക്ട്രോൺ, ഫോട്ടോ ഇലക്ട്രോൺ, അതിന്റെ കൈനറ്റിക് എനർജി വർദ്ധിച്ചിരിക്കും. So kinetic energy of photoelectron is directly proportional to frequency of incident light. This is the second law. വരുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി എനർജിയുമായി ബന്ധപ്പെട്ട ടൈമാണ്. വരുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി കൂടിയാൽ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി കൂടും. പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഇലക്ട്രോണിന്റെ എണ്ണം കൂടില്ല. എണ്ണം എന്ന് പറഞ്ഞാൽ ഇന്റൻസിറ്റിയാ. അതുകൊണ്ട് വന്നിടിക്കുന്ന ലൈറ്റിന്റെ എനർജി കൂട്ടിയാൽ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഇലക്ട്രോണിന്റെ എണ്ണം ഒരിക്കലും വർദ്ധിക്കാൻ പോകുന്നില്ല. പകരം പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഇലക്ട്രോണിന്റെ കയ്യിലുള്ള എനർജി കൂടും, കൈനറ്റിക് എനർജി കൂടും. That means kinetic energy of photoelectron is directly proportional to frequency of incident light. അത് വന്നെടുക്കുന്ന ലൈറ്റിന്റെ എണ്ണവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. കൈനറ്റിക് എനർജി തീരുമാനിക്കുക വരുന്ന ആളുടെ എനർജി മാത്രമാണ്, വരുന്ന ആളുടെ ഫ്രീക്വൻസി മാത്രമാണ്, എണ്ണവുമായി ബന്ധമില്ല. ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. മൂന്നാമത്തെ ലോ എന്ന് പറയുന്നത്, പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഇലക്ട്രോണിന്റെ എണ്ണം, ഇന്റൻസിറ്റി. ഇന്റൻസിറ്റി ആയിട്ടാണല്ലോ പറയാം. പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഇലക്ട്രോണിന്റെ എണ്ണത്തെ തീരുമാനിക്കുന്നത് വന്നിടിക്കുന്ന ലൈറ്റിന്റെ എണ്ണം മാത്രമാണ്. എന്ന് വെച്ചാൽ ഒരു ഫോട്ടോണിന് ഒരു ഇലക്ട്രോണിനെ തെറിപ്പിക്കാൻ പറ്റൂ. എത്ര എനർജിയിലും അത് വന്നോട്ടെ, വിഷയമല്ല. ഒരു ഫോട്ടോണിന് ഒരു ഇലക്ട്രോണിനെ മാത്രമേ മെറ്റൽ സർഫസ് ഇടിച്ചിറക്കാൻ പറ്റൂ. 2 ഫോട്ടോൺ വന്നാൽ 2 ഇലക്ട്രോണെ പുറത്തേക്ക് ഇറങ്ങൂ. വരുന്ന ലൈറ്റിന്റെ എനർജി നിങ്ങൾ എത്ര കണ്ടു വർദ്ധിച്ചാലും പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഇലക്ട്രോണിന്റെ എണ്ണം കൂട്ടാൻ പറ്റില്ല. പകരം പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഇലക്ട്രോണിന്റെ എനർജി കൂട്ടാം. That means intensity of photoelectron depends on intensity of incident light. പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഇലക്ട്രോണിന്റെ എണ്ണത്തെ തീരുമാനിക്കുന്നത് വന്നിടിക്കുന്ന ലൈറ്റിന്റെ എണ്ണമാണ്, ഫോട്ടോണിന്റെ എണ്ണമാണ്. ആൻഡ് വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി. അയാൾക്ക് ഫ്രീക്വൻസിയുമായിട്ട് ബന്ധമില്ല. ദിസ് ഈസ് എ തേർഡ് ലോ. വന്നിടിക്കുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടിയാൽ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഫോട്ടോ ഇലക്ട്രോണിന്റെ ഇന്റൻസിറ്റിയും വർദ്ധിക്കും. അത് ഫ്രീക്വൻസിയുമായിട്ട് ബന്ധമില്ല. ദിസ് ഈസ് ദ തേർഡ് ലോ. നാലാമത്തെ പ്രോസസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. നാലാമത്തെ ലോ എന്ന് പറയുന്നത് ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉള്ള ഒരു ഫോട്ടോൺ വന്ന് ഇടിച്ചാൽ
അപ്പൊ തന്നെ ഇലക്ട്രോൺ പുറത്തേക്ക് ഇറങ്ങും. There is no time delay. That means it is an instantaneous process. These are the important laws of photoelectric effect. First one is threshold frequency. Second one is frequency relation with the kinetic energy. Third one is number of photoelectron relation with the intensity of photon, incident light. And third, fourth one is time related. It is an instantaneous process. These are the important laws of photoelectric effect. ചുരുക്കി പറഞ്ഞാൽ ഒരു മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോണുകളെ പുറന്തള്ളണമെങ്കിൽ വന്നിരിക്കുന്ന ലൈറ്റിന് ഒരു മിനിമം എനർജി വേണം, ഒരു മിനിമം ഫ്രീക്വൻസി വേണം, ത്രെഷോൾഡ് ഫ്രീക്വൻസി. നിങ്ങൾ വന്നിരിക്കുന്ന ലൈറ്റിന്റെ എനർജി കൂട്ടിയാൽ ഇറങ്ങിപ്പോകുന്ന ഇലക്ട്രോണിന്റെ എണ്ണം മാറൂല, പക്ഷെ എനർജി മാറ്റാം. വന്നിരിക്കുന്ന എനർജി കൂടുതലാണെങ്കിൽ ഇറങ്ങിപ്പോകുന്ന ഇലക്ട്രോണിന്റെ എനർജി കൂടുതലാവും. പക്ഷെ ഒരു ഫോട്ടോണിന് ഒരു ഇലക്ട്രോണിനെ ഇറക്കാൻ പറ്റും. വന്നിരിക്കുന്ന ഫോട്ടോണിന്റെ എണ്ണം കൂട്ടിയാൽ ഇറങ്ങിപ്പോകുന്ന ഇലക്ട്രോണിന്റെ എണ്ണം കൂട്ടാം, പക്ഷെ ഇറങ്ങിപ്പോകുന്ന ഇലക്ട്രോണിന്റെ എനർജി കൂട്ടാൻ പറ്റില്ല. 10 പേര് വന്നാൽ 10 പേര് ഇറങ്ങും. 10ന് പകരം 20 പേര് വന്നാൽ 20 പേരിറങ്ങും. അല്ലാതെ 10 പേര് എനർജി കൂടി ഇറങ്ങുക എന്നുള്ള പ്രോസസ് ഇല്ല. It is an instantaneous process. There is no time delay in photoelectric effect. Topic is Einstein's photoelectric equation. Einstein ഫോട്ടോഇലക്ട്രിക് എഫക്റ്റിന് കൃത്യമായ ഒരു വിശദീകരണം നൽകുകയുണ്ടായി. ഈ വിശദീകരണ പ്രകാരം പ്രകാശം എന്ന് പറയുന്നത് ഒരു തരംഗമായിട്ടല്ല പരിഗണിക്കുന്നത്, പ്രകാശത്തെ കണികയായിട്ടാണ് പരിഗണിക്കുന്നത്. എന്നാൽ ആ കണികയുടെ ഉള്ളിൽ തരംഗ രൂപത്തിലാണ് എനർജി കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓരോ കണികയുടെ കയ്യിലും hν എനർജി ഉണ്ടായിരിക്കും, പാക്കറ്റ് ഓഫ് എനർജി, which is called quanta. That quanta is named as photon. When light interacts with matter, it will behave like particle. പ്രകാശം തരംഗമാണെങ്കിലും അത് മാറ്ററുമായിട്ട് ഇന്ററാക്ഷനിൽ ഇടപെടുമ്പോൾ, ഇന്ററാക്ട് ചെയ്യുമ്പോൾ അത് കണിക പ്രവർത്തിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിരിക്കും എന്നുള്ളതാണ് ഐൻസ്റ്റീൻ ഈ എക്സ്പ്ലനേഷനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഓരോ ഫോട്ടോണിന്റെ കയ്യിലും ഒരു നിശ്ചിത എനർജി ഉണ്ട്, E = hν. നോക്കൂ, അതുവരെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന രൂപത്തിൽ പ്രകാശത്തെ കാണുമ്പോൾ വേവ് തിയറി പ്രകാരം പ്രകാശത്തിന്റെ എനർജി അതിന്റെ വേവിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് താഴെയുള്ള ലൈറ്റ് പോലും കുറച്ച് നേരം മെറ്റൽ സർഫസിൽ അടിച്ചു പിടിച്ചാൽ, മെറ്റൽ സർഫസിൽ ഇങ്ങനെ ലൈറ്റ് പിടിച്ചുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായിട്ട് കണ്ടിന്യൂസ് ആണ് എനർജി എങ്കിൽ ആവശ്യത്തിന് എനർജി മെറ്റൽ സർഫസിൽ ഇലക്ട്രോണിനെ അബ്സോർബ് ചെയ്യാം, എന്നിട്ട് മെറ്റലിൽ നിന്ന് ഇറങ്ങാം. പക്ഷെ വേവ് തിയറി നമ്മൾ വിചാരിച്ചതുപോലെ ലൈറ്റ് മെറ്റൽ സർഫസിൽ അടിച്ചാൽ ഇലക്ട്രോണിനെ പുറത്തേക്ക് ഇറക്കുന്നില്ല. ഇഫ് ദ ഇൻസിഡന്റ് ലൈറ്റ് possess a frequency less than threshold frequency. ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് താഴെ എനർജിയുള്ള ലൈറ്റിനെ തുടർച്ചയായിട്ട് മെറ്റൽ സർഫസിലേക്ക് അടിച്ചിട്ട് ഒരു കാര്യവുമില്ല, മെറ്റൽ സർഫസ് ഇലക്ട്രോണിനെ പുറത്തേക്ക് വിടില്ല. അതിന്റെ അർത്ഥം വേവ് തിയറി അനുസരിച്ചിട്ടല്ല ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുന്നത്. വേവ് എന്നുള്ള രീതിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് വിശദീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രകാശം ഊർജത്തിന്റെ ചെറിയ ചെറിയ പാക്കറ്റുകളാണെന്ന് പറഞ്ഞ് മാക്സ് പ്ലാങ്ക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ് വെച്ചുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തത്. പ്രകാശം ഫോട്ടോണിന്റെ നേർരേഖയിലുള്ള ചലനമാണെങ്കിൽ ആ ഫോട്ടോണിന്റെ കയ്യിൽ ഒരു എനർജി ഉണ്ടായിരിക്കും, E = hν. hν എനർജിയുള്ള ലൈറ്റ് മെറ്റൽ സർഫസിൽ ചെന്നിടിക്കുമ്പോൾ കണിക പോലെ അത് മെറ്റലിൽ ഇലക്ട്രോണുമായി ഇന്ററാക്ട് ചെയ്യുകയും ഇലക്ട്രോൺ ആ വന്ന ലൈറ്റിൽ നിന്ന് ഒരു നിശ്ചിത എനർജി സ്വീകരിക്കുകയും അതിന്റെ ഭാഗമായി മെറ്റൽ സർഫസിലെ ഇലക്ട്രോൺ ന്യൂക്ലിയസുമായുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. വരുന്ന ഫോട്ടോണിന്റെ എനർജി എനിക്ക് ഇങ്ങനെ എഴുതാം, hν. ഈ hν എനർജി ഉള്ള ആള് ഇലക്ട്രോണെ ചെന്നിടിക്കുമ്പോൾ കുറച്ച് എനർജി ഇലക്ട്രോൺ കൊടുക്കുന്നു. ഇലക്ട്രോൺ കൊടുക്കുന്ന എനർജിയെ ഞാൻ φ0 എന്ന് വിളിക്കാം. വർക്ക് ഫംഗ്ഷൻ ആണ്. കാരണം ന്യൂക്ലിയസ് ഇലക്ട്രോണെ പിടിച്ചു വെച്ചിരിക്കുന്ന എനർജി അങ്ങോട്ട് കൊടുത്തെങ്കിലേ ഇലക്ട്രോൺ ഇങ്ങോട്ട് റിലീസ് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പൊ അതിന് തുല്യമായ എനർജി φ0. നോക്കൂ, hν-യിൽ നിന്ന് ഒരു ഭാഗം φ0ക്ക് വേണ്ടി മാറ്റപ്പെട്ടു. ബാക്കി വരുന്ന എനർജി പുറത്തേക്ക് ഇറങ്ങുന്ന ഇലക്ട്രോണിന്റെ കയ്യിലുള്ള കൈനറ്റിക് എനർജി ആയിട്ടുണ്ടാവും. ഈ കൺസെപ്റ്റിലേക്ക് വന്ന വളരെ ഈസി ആയിട്ട് എക്സ്പ്ലനേഷൻ വരികയാണ്. വന്നിടിക്കുന്ന ലൈറ്റിന്റെ കയ്യിലുള്ള എനർജി hν, അതിന് കുറച്ചു ഭാഗം മെറ്റൽ സർഫസിന് കൊടുക്കുന്ന ഇലക്ട്രോണെ റിലീസ് ചെയ്യാൻ,
ബാക്കി ഭാഗം പുറത്തേക്ക് ഇറങ്ങുന്ന ഇലക്ട്രോണിന്റെ കയ്യിൽ കൈനറ്റിക് എനർജി ആയിട്ടുണ്ടാവും. സോ h nu is equal to 50 plus half mv square. Here 50 is called work function. Any work function can be written as h nu 0 in terms of frequency. So you write h nu is equal to h nu 0 plus half mv square. Therefore the kinetic energy of ejected electron is h nu minus h nu 0, and this is the famous Einstein's equation. Einstein's photoelectric equation ആണ്. Half mv square is equal to h nu minus h nu 0. നോക്കി half mv square ചിലപ്പോൾ നിങ്ങൾക്ക് ഈ v0 എന്ന് എഴുതാട്ടോ. കാരണം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ സമയത്ത് കൈനറ്റിക് എനർജി is equal to പൊട്ടൻഷ്യൽ എനർജി ആണ്. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ മാറ്റാം, h nu minus h nu 0. ഇതിനെ തന്നെ നിങ്ങൾക്ക് വേവ് ലെങ്ത് രൂപത്തിൽ എഴുതാം. This can be written as h is common, h into nu. Nu എന്ന് പറഞ്ഞാൽ c by lambda ആണ്. അപ്പൊ nu 0 അത് c by lambda 0 ആണ്. c കോമൺ ആണ്. So you can write h into c into 1 by lambda minus 1 by lambda 0. All these are the different forms of Einstein's photoelectric equation. That means using the quantum theory of light, he simply explains what is happening in photoelectric effect. ഈ മാക്സ് പ്ലാങ്കിന്റെ തിയറി ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് വേവ് തിയറി വെച്ചുകൊണ്ട് ഇത് വിശദീകരിക്കാൻ ശ്രമിക്കേണ്ടി വരും. വേവ് തിയറി വെച്ചുകൊണ്ട് വിശദീകരിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും ഇതിനൊരു കൃത്യമായ വിശദീകരണം കൊടുക്കുവാനും സാധിക്കത്തില്ല. മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറി ഉപയോഗിച്ചുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ വളരെ മനോഹരമായി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് വിശദീകരിച്ചിട്ടുള്ളത്.